നമ്മൾ പല ആൾക്കാരും ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ് ഫാറ്റി ലിവറിൻ്റെ പ്രശ്നം അല്ലേ. അതായത് ഒന്നെടുത്തു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിനായിട്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഫാറ്റി ലിവറിൻ്റെ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാകുന്നത്. ആദ്യ കാലഘട്ടത്തിൽ ഫാറ്റി ലിവർ വരിക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമായിരുന്നു, വലിയൊരു അസുഖമായിട്ടായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ ഈ കാലത്ത് ഫാറ്റി ലിവർ കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യം മാറിയിരിക്കുകയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാന കാരണം നമ്മുടെ ഭക്ഷണത്തിലെ വ്യത്യാസമാണ്, നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ് ഫാക്ടറാണ്, നമ്മുടെ എൻവയോൺമെൻറ്റാണ്. അപ്പോൾ അതിനെ ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പലതും ആർട്ടിഫിഷ്യലായിട്ടുള്ള കളറ്, ടേസ്റ്റ് മേക്കേഴ്സ് കാര്യങ്ങളെല്ലാം ചേർക്കുന്നതാണ്, പ്രിസർവേറ്റീവ്സ് എല്ലാം ചേർത്ത് വരുന്നതാണ്. പിന്നെ നമ്മൾ കഴിക്കുന്ന അരിയിൽ പോലും വിഷം അടിച്ചിട്ടാണ് പലതും വരുന്നത് അല്ലേ. കഴിക്കുന്ന ഫ്രൂട്ട്സിന് വിഷമുണ്ട്, പ്രിസർവേറ്റീവ്സ് ഉണ്ട്, കീടനാശിനികളുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഒരു പക്ഷേ ഫാറ്റി ലിവർ കൂടാനായിട്ട് ഏറ്റവും കൂടുതൽ ഈ ഒരു കാലത്ത് സാധ്യത ഉള്ളത്. പല ആൾക്കാർക്കും അല്ലേ വേറെ പല കാര്യങ്ങൾക്കുമായിട്ട് നോക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ വയറ്റിൽ വേദനയായിട്ട് നോക്കുമ്പോഴായിരിക്കും നമുക്ക് മെയിനായിട്ടുള്ള ഒരു അസുഖത്തിൻ്റെ കൂട്ടത്തിൽ ഫാറ്റി ലിവറും കൂടെ കാണുന്നത്. അല്ലെങ്കിൽ യൂട്രസിൽ ഫൈബ്രോയിഡിനെ കുറിച്ച് നോക്കുമ്പോഴായിരിക്കും ഫാറ്റി ലിവറിനെ കാണുന്നത്. അപ്പോൾ ഫാറ്റി ലിവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കോമൺ ആയിരിക്കുകയാണ്. അപ്പം ഫാറ്റി ലിവറിൻ്റെ വേറൊരു വലിയൊരു കാരണം നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് ആണ്, അന്നജമാണ്. ഓക്കെ, അപ്പോൾ ഒരു പരിധിവരെയൊക്കെ നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ, കാർബോഹൈഡ്രേറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത കൂടുതലാണ്. തീർച്ചയായും കാർബോഹൈഡ്രേറ്റ്സ് അറിഞ്ഞ് മാത്രം അല്പം മാത്രം കഴിക്കുക, ആവശ്യത്തിന് കഴിക്കുക. കാരണം നമ്മളിപ്പം പലപ്പോഴും ഇത് കഴിക്കുന്നത് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മളതിൻ്റെ അളവ് കുറച്ച് കഴിഞ്ഞാൽ ഏകദേശം പകുതിയോളം 50% നമുക്ക് തീർച്ചയായിട്ടും ഈ ഫാറ്റി ലിവറിൻ്റെ പ്രശ്നം കുറച്ചുകൊണ്ട് വരാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ സയൻസ് എന്താണ്, സിംറ്റംസ് എന്താണ്, ലിവറിന് പ്രശ്നം വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അറിയും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ലിവറിന് പ്രശ്നം തുടങ്ങിക്കഴിഞ്ഞാലും നമുക്കറിയത്തില്ല. ഓക്കെ, ലിവർ കാരണം ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗനാണ്, ലാർജസ്റ്റ് ഓർഗനാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിനകത്ത് പണിയെടുക്കുന്ന ഓർഗൻസിൽ ഒന്നാണ് ലിവർ. നമ്മുടെ ശരീരത്തിനകത്തെ ഈ ഒരു മെറ്റബോളിസം നടക്കാനായിട്ട് എൻസൈമാറ്റിക് ആക്ടിവിറ്റി, പല എൻസൈംസിൻ്റെ പ്രൊഡക്ഷൻ, കെമിക്കൽസിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടുള്ള ഓർഗനാണ് ലിവർ. അപ്പോൾ ഈ ലിവറിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫങ്ഷനിങ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ വരാൻ, ശരീരത്തിൽ പല പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ, വേറെ പല അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ അതിനെന്ത് ചെയ്യാൻ സാധിക്കും, എന്തുകൊണ്ടാണിത് വരുന്നത് എന്നും കൂടെ നമുക്ക് തീർച്ചയായിട്ടും വീഡിയോയിൽ നോക്കാം. അപ്പോൾ ലിവറിന് ഈ ഫാറ്റി ലിവറായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ സിംറ്റംസ് ഒന്നും അറിയാൻ പറ്റണമെന്നില്ല, അത് ഓരോ ഇൻഡിവിജ്വൽ അനുസരിച്ച് വ്യത്യാസപ്പെടും. എങ്കിലും ഫാറ്റി ലിവർ അതിൻ്റെ സ്റ്റേജുകൾ ഞാൻ പറയാം. ഫാറ്റി ലിവർ കൺവേർട്ട് ചെയ്ത് ഫാറ്റെല്ലാം അടിഞ്ഞ് ഡെപ്പോസിറ്റായി ഫങ്ഷനിങ് കുറഞ്ഞ് പിന്നെന്താവും, ഇൻഫ്ലമേഷനായി മാറും. ഓക്കെ, ലിവർ ഫാറ്റ് കൂടുതലായി കഴിഞ്ഞാൽ പയ്യെ അത് ഇൻഫ്ലമേഷനായിട്ട് മാറും, ഹെപ്പറ്റൈറ്റിസ് ആയി മാറും. ഹെപ്പറ്റൈറ്റിസ് പയ്യെ എന്തായി മാറും, ഫൈബ്രോസിസ് ആയി മാറും. ഇൻഫ്ലമേഷൻ മാറി അവിടെ ഹീലിംഗ് ആയിട്ട് വന്നിട്ട് അവിടെ ഒരു ഫൈബ്രോസ്ഡ് ആയിട്ട് ഉള്ളൊരു പാർട്ടിക്കിളാവും. ഓക്കെ, അത് നോൺ ഫങ്ഷനിങ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഫൈബ്രോസിസ് ആയി മാറുന്നത്. പിന്നെ അതിൻ്റെ അളവ് കൂടിയാണ് നമ്മൾ സിറോസിസ് എന്ന് പറയുന്നൊരു സിറ്റുവേഷനിലോട്ട് നമ്മൾ വരുന്നത്. ഒത്തിരി സ്കാറിങ് ആയി പോയി കഴിഞ്ഞാൽ അത് സിറോസിസ് എന്നുള്ള പ്രശ്നത്തിലോട്ട് വരും. പിന്നെ കാര്യങ്ങൾ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആണ്. ആ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് കഴിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് റീപ്ലേസ്മെൻ്റ് ആയിട്ടും ചെയ്യാൻ വളരെയധികം പ്രയാസമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അറിയേണ്ടത് ഇതിൻ്റെ സിംറ്റംസാണ്. നമ്മൾ നേരത്തെ സിംറ്റംസിലാണ് പറഞ്ഞത്. ലിവറിൻ്റേതായിട്ടുള്ള ഫങ്ഷനിങ് ഇറങ്ങിയാലാണ് നമുക്ക് ഇതിൻ്റെ സിംറ്റംസ്, നമുക്ക് എന്തുകൊണ്ടാണ്, എങ്ങനെയൊക്കെയാണ് ഇത് വെളിയിലോട്ട് പ്രകടമാകുന്നതെന്ന് പറയാൻ പറ്റുന്നത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻ മെറ്റബോളിസമാണ്. നമ്മൾ ഗ്ലൂക്കോസിനെ അമിനോ ആസിഡ് ആക്കുന്നു, അമിനോ ആസിഡിനെ ഫാറ്റ് ആക്കുന്നു. നമ്മുടെ ശരീരത്തിന് വേണ്ട രീതിയിൽ ഉള്ള പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് നടത്താൻ സഹായിക്കുന്ന ഒരു വളരെ വലിയൊരു ഓർഗനാണ്, ഒരു ഓർഗനൈസറാണ് ലിവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ശരീരത്തിനകത്ത് മെറ്റബോളിസത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാകുന്നു. ഓക്കെ, പിന്നെ ഡയറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദഹനം ഡയറക്റ്റായിട്ട് എഫക്റ്റ് ആകുകയാണ്. നമ്മുടെ ശരീരത്തിനകത്ത് കൊളസ്ട്രോളിൻ്റെ ഇംബാലൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്.
ഗോൾ ബ്ലാഡറിനകത്ത് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ലിവറിൽ സ്കിന്നിൽ കളർ ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ പറയുന്നത് ഡാർക്ക് സ്പോട്ട്സ് മാത്രമല്ല, ആക്ച്വലി ലിവറിലെ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ മൊത്തത്തിൽ വ്യത്യാസങ്ങൾ വരും. പിന്നെ ഈ ഡാർക്ക് സ്പോട്ട്സിൻ്റെ കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ലിവറാണ് ക്ലോട്ടിങ് ഫാക്ടേഴ്സിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അളവിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അവിടെ എവിടെയും ബ്ലീഡിങ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇൻറ്റേർണലായിട്ടും ഉണ്ടാകും, എക്സ്റ്റേണലായിട്ട് സ്കിന്നിൽ പ്രസൻറ്റ് ആകുന്ന രീതിയിലും ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചില ഭാഗങ്ങളിലായിട്ട് രക്തം കട്ടിപിടിച്ച് ഇരിക്കുകയും പല കളർ ചേഞ്ച് സ്കിന്നിന് വരാനുള്ള സാധ്യതയുണ്ട്. അത് ലിവറിൻ്റെ വലിയൊരു ലക്ഷണമാണ്. അതുപോലെ തന്നെ ഈ ബ്ലീഡിങ് നേരത്തെ പറഞ്ഞത് സ്കിന്നിൽ മാത്രമല്ല അകത്തും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അത് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകും. കാലിൽ കയ്യിലൊക്കെ ക്രാമ്പ് കൂടുതലായിട്ടുണ്ടാകാം. ഓക്കെ, ഈവൻ സ്ട്രോക്ക് വരെ വരാമെന്നാണ് ഞാൻ പേടിപ്പിക്കുന്നില്ല, പക്ഷേ ബ്ലീഡിങ് കൂടുതലായിട്ട് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ വലിയൊരു ഡീടോക്സിഫിക്കേഷൻ സെൻ്ററാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, കഴിക്കുന്ന പല സാധനങ്ങൾ ടോക്സിൻസ് ആണെന്ന് പറഞ്ഞു അല്ലേ, അതിനെല്ലാം ഡീടോക്സിഫൈ ചെയ്ത് ക്ലിയർ ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിന് ഉപയോഗപ്രദമായിട്ടുള്ളത് മാത്രമാക്കി മാറ്റി കൺവേർട്ട് ചെയ്ത് വിടുന്ന ഒരു ഗ്രന്ഥിയാണ് ലിവർ. അപ്പോൾ അതിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്ത് ടോക്സിൻസ് ബിൽഡപ്പ് ചെയ്യും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ശരീരം വെളിയിലോട്ട് കാണിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ യൂറിനിൽ ഒരു പക്ഷേ ഡാർക്കായിട്ട് വരാം, കളർ ചേഞ്ച് ആയിട്ട് വരാം, മോഷൻ പോകുന്നതിൽ മലം പോകുന്നതിൽ ഒരു പക്ഷേ കളർ ചേഞ്ച് ആയിട്ട് വരാം. ഒന്നെങ്കിൽ കൂടുതൽ കളറായിട്ട് വരാം, അല്ലെങ്കിൽ തീരെ കളർ ഇല്ലാതെ വരാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, നമുക്ക് ക്ഷീണം വരാം, ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാം, തലവേദന നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാം, ഈവൻ ഡയബറ്റീസ് പോലും ഡെവലപ്പായി വരാൻ ഉള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ലിവറിൻ്റെ ഭാഗത്തെ ചെറിയൊരു വേദന പോലത്തെ ഒരു അനുഭവം കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക എന്നുള്ളത്, അതും ഇതിൻ്റെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ഒരു ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഒരു USG ഹോൾ അബ്ഡോമൻ സ്കാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഇത് അകത്തെ പ്രോബ് ഇട്ട് നോക്കണ്ട, വെളിയിൽ നമ്മൾ ജസ്റ്റ് വെറുതെ ഒന്ന് കിടന്നു കഴിഞ്ഞാൽ ഒരു പ്രോബ് വെച്ച് വെറുതെ വെളിയിൽ കൂടെ ഒന്ന് നമ്മളൊന്ന് ടച്ച് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അകത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇത് CT അല്ലെങ്കിൽ എക്സ്റേ പോലെ നമ്മളെ ശരീരത്തിനെ ഹാം ചെയ്യുന്നതല്ല, വെറുതെ ഒരു സൗണ്ട് വേവ്സ് വിട്ടിട്ട് അത് കറക്റ്റായിട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്ത് വരുന്നതാണ് USG അൾട്രാസൗണ്ട് സ്കാൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇടയ്ക്ക് ഒന്ന് ചെയ്ത് നോക്കുന്നത് തീർച്ചയായിട്ടും വളരെ നല്ലതാണ്. അപ്പോൾ ലിവറിന് ഡാമേജ് ഉണ്ടാക്കാൻ പറ്റുന്ന മെയിനായിട്ടുള്ള കാര്യം ഡ്രിങ്കിങ്, സ്മോക്കിങ്, അതുപോലെ തന്നെ ചില ഇൻഫ്ലമേഷൻസ്, ഹെപ്പറ്റൈറ്റിസ് വന്നു കഴിഞ്ഞാൽ, ഹെപ്പറ്റൈറ്റിസ് A, B, C, D എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ അക്യൂട്ടാകാം, ക്രോണിക്കാകാം. ഓക്കെ, അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്സിലൂടെ നമുക്കിത് വരാവുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് B എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിലൂടെ കണ്ടാമിനേറ്റഡ് ആയിട്ട് വരാൻ സാധ്യതയാണ് ഹെപ്പറ്റൈറ്റിസ് A. അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കുക. അറിഞ്ഞുകൂടാത്ത സ്ഥലത്തു നിന്നൊക്കെ അധികം ഭക്ഷണം കഴിക്കാതിരിക്കുക. പിന്നെയാണ് ഉള്ളതാണ് നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ഫാറ്റി ലിവർ ഡിസീസ്. അത് കൂടുതലായിട്ടും വരാൻ ചാൻസ് അല്ലെങ്കിൽ കാരണം എന്ന് പറയുന്നത് മെയിനായിട്ടുള്ള കൂടുതലായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഇൻടേക്കാണ്. അത് നമ്മുടെ ശരീരത്തിനകത്ത് ലിവറിനകത്ത് ചെന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ, പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ലിവറിനെ നമ്മൾ കാര്യമായിട്ട് കൺസിഡർ ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾ ലിവറിന് സ്കാൻ എടുത്തിട്ട് കുറച്ച് നാളായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കുക. ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൺട്രോൾ ചെയ്യാം. നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ തീർച്ചയായിട്ടും ഒന്നുകൂടെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. നമ്മൾ കുടിക്കുന്ന വെള്ളം ശരിയാണോ എന്ന് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഔട്ടോ കാര്യമുണ്ട് തീർച്ചയായും നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. എത്രയും പെട്ടെന്ന് ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, അനുഭവങ്ങൾ താഴെ തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യുക. ഏവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. താങ്ക് യു.